ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നൊരു മഴ പെയ്തു കേട്ടോ. വലിയ മഴയല്ല, ഒന്ന് ചാറിപ്പോയായിരുന്നു. ഇന്ന് നമുക്ക് വൈകുന്നേരം അമ്പലത്തിലെ താലപ്പൊലിയാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ ഞാൻ മുഖമൊക്കെ ഒന്ന് ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള കപ്പേളയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് കയറുന്നത്, അപ്പുറത്തു നിന്നാണ് താലം വരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ജോയിൻ ചെയ്യും കേട്ടോ. അപ്പം എല്ലാവരുടെയും താലം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കത്തിച്ച് തരും കേട്ടോ. അപ്പം നമ്മൾ നല്ല ലേറ്റൊക്കെ കിട്ടിയപ്പോൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ നിന്നുള്ള താലം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ കൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്യണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് അമ്പലത്തിലേക്ക് നമ്മൾ നടക്കണം. ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർത്തിയാണ് താലം പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിലെത്തി, അകത്തേക്ക് കയറി തൊഴുത് താലമൊക്കെ ചൊരിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. തിരക്കാവണതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രസാദൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കാവടി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെയായിട്ട്. പിന്നെ ഇതിങ്ങനത്തെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഈ വട്ടം കൂടി ഇരിക്കുന്നത് മുടിയേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുടിയേറ്റ് തുടങ്ങുന്നത് ഏകദേശം 12 മണി 12:30 ആവും. ഗുരുതിക്ക് ശേഷമാണ് മുടിയേറ്റ് തുടങ്ങുക. അപ്പോൾ അതുവരെ നമുക്ക് സമയം പോകേണ്ടതെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ സെറ്റ് ബജിയും ഐസ്ക്രീമും എല്ലാം വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 12:30 ആയപ്പോഴേക്കും മുടിയേറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് മേളം മാത്രമായിരിക്കും. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് ആൻറ്റി ആയിരുന്നു കേട്ടോ ഇരുന്നത്. അപ്പോൾ ആൻറ്റിയുടെ വീഡിയോ കണ്ടപ്പോൾ ഉള്ള റിയാക്ഷനാണ് ആൻറ്റിയുടെ മുഖത്ത് ഇപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന മുടിയേറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരിക്കും. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, അതേ വോയിസ് തന്നെ ഇടുകയാണേ. അങ്ങനെ മുടിയേറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. നടയിലേക്ക് കയറിയില്ല, പുറത്ത്. ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ അമ്പലം ഒന്ന് ചുറ്റി വലം വെച്ച് വരും കേട്ടോ. അങ്ങനെ നമ്മൾ മുടിയേറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും രാവിലെ 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:30 5:45 ഇത് തീർന്നപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ.